പോകുകയാണ്. ഈ ലോകത്തെക്കുറിച്ച്, ഈ ലോകത്തിൻ്റെ മേലുള്ള താൽക്കാലികമാകുന്ന സുഖങ്ങളെ കുറിച്ച് നിനക്ക് ഇതുവരെയുള്ള കാഴ്ചപ്പാട് മാറിയതിനു ശേഷമായി ഇതിനപ്പുറമുള്ള ജീവിതം, നിത്യത, യെസ്, ഈ ലോകത്തിന് വേണ്ടിയല്ല, ഇതിനപ്പുറത്തൊരു ജീവിതത്തിന് വേണ്ടിയാണ് കർത്താവ് എന്നെ ഒരുക്കുന്നത് എന്നുള്ള ആ ആഴമേറിയ അറിവ് നിന്റെ ഹൃദയത്തെ നിറയ്ക്കുവാൻ പോകുന്നു. അനേകരുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് അവർ താൽക്കാലിക കാര്യങ്ങളിൽ കുഴഞ്ഞു കിടക്കുന്നവരാണ്. ഇന്നത്തെ കാര്യങ്ങൾ, നാളത്തെ കാര്യങ്ങൾ, വീട്, സാമ്പത്തികം, കല്യാണം, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, താൽക്കാലികമാകുന്ന കാര്യങ്ങളിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നവരാണ്. ആമേൻ. അതിലാണ് അവരുടെ ഹൃദയം കേന്ദ്രീകൃതമായിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, അതിൽ നിന്ന് കർത്താവ് നിനക്കൊരു ഷിഫ്റ്റ് തരുവാൻ പോകുകയാണ്. ആ താൽക്കാലിക വിഷയങ്ങളെ നീ പിന്നിൽ തള്ളിയതിനു ശേഷമായിട്ട് നിത്യത നിന്റെ ഹൃദയത്തിൽ നിറയുവാൻ പോകുന്നു. ആമേൻ. ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം ഇന്ന് കണ്ട് അവസാനിക്കുന്നതാണ്. ഇത് അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ ധനാഢ്യനായി നീ തീരുകയാണെങ്കിൽ പോലും ആ ധനത്തെ ഉപേക്ഷിച്ചിട്ട്, സമ്പന്നതയെ ഉപേക്ഷിച്ചിട്ട് നീ ഇവിടെ വിട്ടുപോകേണ്ടതായിട്ടുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് നീ മടങ്ങിപ്പോകേണ്ട ഒരു ദിവസമുണ്ട്. ആമേൻ. അതിനെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ തരുവാൻ പോകുകയാണ്. ഒരു പുതിയ ഹൃദയമാക്കി കർത്താവ് നിന്റെ ഹൃദയത്തെ തീർക്കുവാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ ഇതുവരെയും ലോകത്തിലെ വസ്തുവകകളിലെ ആയിരുന്നു ഇതുവരെയുള്ള ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങളിൽ നിന്ന് ദൈവകാര്യങ്ങളിലേക്ക് ഹൃദയത്തെ കർത്താവ് തിരിച്ചുവിടുകയാണ്. എന്തിനു വേണ്ടി നീ അധികം ആഗ്രഹിക്കുവാൻ പോകുന്നു? ദൈവികമായത് നീ അധികം ആഗ്രഹിക്കുവാൻ പോകുകയാണ്. ആമേൻ. നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് 17-18 നൂറ്റാണ്ടുകളിലാണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത്. ആ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചതിന് ശേഷമാണ് ഇന്ന് നാം ഈ കാണുന്ന ആധുനികതകളെല്ലാം ഈ ലോകത്തിൽ വരുവാൻ ഇടയായത്. ലോകം ഇപ്പോൾ വളരെ വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യാവസായിക വിപ്ലവം വന്നതോടുകൂടെ 2 ദിവസം കൊണ്ട് 1 മീറ്റർ തുണി ഉണ്ടാക്കുന്ന മില്ലുകളിൽ 2 മിനിറ്റ് കൊണ്ട് 100 മീറ്റർ തുണി ഉണ്ടാക്കുവാൻ കഴിയുന്ന നിലയിലുള്ള പുതിയ ഉപകരണങ്ങൾ, ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് പുതിയ സംവിധാനങ്ങൾ വരുവാനിടയായി. അതിനാൽ ഇന്ന് നാം അതിന്റെ പരിണിത ഫലം അനുഭവിക്കുകയാണ്. നാം ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു സോപ്പാണ്. പക്ഷേ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത് 1000 തരം സോപ്പുകളാണ്. നാം ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു ഷർട്ടാണ്. ആ കടയിൽ നമ്മുടെ മുൻപിൽ നമ്മെ തെരഞ്ഞെടുപ്പിക്കുവാൻ തക്കവണ്ണം ബുദ്ധിമുട്ടിപ്പിക്കുന്ന നിലയിൽ 1000 തരം ഷർട്ടുകൾ ആ കടയിൽ നിരന്നിരിക്കുകയാണ്. ആ നിലയിൽ തിരഞ്ഞെടുപ്പിന് തന്നെ ബുദ്ധിമുട്ടുള്ള ആ തരത്തിൽ ഇന്നത്തെ കൺസ്യൂമർ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ നടുവിൽ ലോകപരമാകുന്ന, വസ്തുപരമാകുന്ന ആഗ്രഹങ്ങളിൽ കുടുങ്ങി ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു വ്യക്തിയല്ല നീ. നിന്റെ ഹൃദയത്തിനൊരു മാറ്റമുണ്ടാകുന്നു. നീ ദൈവത്തിൻ്റെ സ്വർഗീയമായതിൻ്റെ ആഗ്രഹങ്ങൾ, ദൈവികമാകുന്ന കാര്യങ്ങളിൽ നീ ആഗ്രഹിക്കുവാൻ പോകുകയാണ്. ദൈവികമായതിനു വേണ്ടി നിന്റെ ഹൃദയം ഏകാഗ്രമാകുവാൻ പോകുന്നു. ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞിട്ടുണ്ട്, നീ ദ്രവ്യാഗ്രഹിയാകരുത്, നീ ദൈവാഗ്രഹിയാകണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവാഗ്രഹിയാകുവാൻ വേണ്ടി? ഇന്ന് ഹൃദയത്തിനൊരു മാറ്റം സംഭവിക്കുവാൻ പോകുകയാണ്. നിന്റെ ഹൃദയത്തെ കർത്താവ് ദൈവകാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുന്നു. പ്രൈസ് ദി ലോർഡ്. നീ വാങ്ങുന്ന സോപ്പ് 2 ദിവസം കഴിയുമ്പോൾ അലിഞ്ഞു പോകുവാനിട വരും. നീ ഇടുന്ന ഷർട്ട് 4 മാസം അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ കേടുവരുവാനിട വരും. നീ വാങ്ങുന്ന പുതിയ കാറ് എവിടെയെങ്കിലും തട്ടിയാൽ അതിന്റെ പുതിയ മോടി നഷ്ടമാകുവാനിട വരും. എന്നാൽ നിന്നിൽ പകർന്നിരിക്കുന്ന ദൈവിക മൂല്യങ്ങൾ, അതിന്റെ മൂല്യം കുറയുകയല്ല ചെയ്യുന്നത്. ഓരോ ദിവസവും കഴിയും തോറും അതിന്റെ തേജസ് വർദ്ധിക്കുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ പ്രതികരിച്ചേ, കരങ്ങളടിച്ച് പ്രതികരിച്ചേ. ആമേൻ. നിന്നിലുള്ള ദൈവിക മൂല്യങ്ങൾ വർദ്ധിക്കുന്നു. യെസ്, അതിന്റെ തേജസ് വർദ്ധിക്കുന്നു. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ മൂർച്ച വർദ്ധിക്കുകയാണ്. നിന്റെ ആരാധനയുടെ മൂർച്ച വർദ്ധിക്കുവാൻ പോകുന്നു. യെസ്, ആവശ്യമുള്ളവർ പ്രതികരിച്ചോ, ദൈവകൃപയുള്ളവർ പ്രതികരിച്ചോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആഗ്രഹങ്ങൾ മാറുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ മൂർച്ച മാറുവാൻ പോകുന്നു. നിന്റെ ഹൃദയം ദൈവിക കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന സന്ദർഭത്തിൽ നിനക്ക് കൃത്യമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുകയാണ് ലോകത്തിന്റെ ഇത്തരത്തിലുള്ള സ്വാധീനങ്ങളെ ജയിക്കുവാൻ വേണ്ടി.
ആമേൻ. ലോകത്തിന്റെ ആധുനികത ഈ മേഖലകളില് കൺസ്യൂമർ ഗുഡ്സുമായുള്ള ബന്ധത്തില് ആധുനികത വർദ്ധിക്കുന്നതോടൊന്നിച്ച് തന്നെ എല്ലാ മേഖലകളിലും ഇലക്ട്രോണിക്സ് ഗുഡ്സ് ആകട്ടെ മറ്റെല്ലാ മേഖലകളിലും ആധുനികത വർദ്ധിക്കുന്നതോടൊന്നിച്ച് തന്നെ അശുദ്ധിയുടെ മേഖലകളും ലോകവ്യാപകമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. പ്രിയമുള്ളവരെ, ലൈംഗികതയുടെ പിന്നാലെ ഓടി നടക്കുന്നവരുണ്ടെങ്കിൽ ലൈംഗികത തരുന്ന താൽക്കാലിക സുഖങ്ങൾ, ലൈംഗികതയ്ക്ക് വേണ്ടിയുള്ള ഇന്നത്തെ സാധ്യതകൾ, മാധ്യമങ്ങൾ, TV, മാസികകൾ, ഇന്റർനെറ്റ്, അങ്ങനെ ലൈംഗികതയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ലോകവ്യാപകമായി പിശാച് അഴിച്ചുവിട്ടിരിക്കുന്ന അത്തരത്തിലുള്ള സ്വാധീനങ്ങൾ, അതിന്റെ പിന്നാലെ ഓടി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിനയപുരസ്സരം പറയട്ടെ, ആ താൽക്കാലിക സുഖങ്ങളൊക്കെയും നിന്റെ ജീവിതത്തെ തകർക്കുന്നതാണ്. ആമേൻ. ലൈംഗിക പാപങ്ങളിൽ ജീവിക്കുന്നവർ സ്വന്തം ശരീരത്തിനെതിരെ പാപം ചെയ്യുന്നവരാണ്. നിന്റെ ശരീരത്തെ നീ തകർക്കുകയാണ്, നിന്റെ ശരീരത്തെ നീ ഇല്ലാതെയാക്കുകയാണ്, നിന്റെ മനസ്സിന് നീ കേടുവരുത്തുകയാണ്, നിന്റെ ആത്മാവിന് നീ കേടുവരുത്തുകയാണ്. അതൊന്നും നിനക്ക് നിലനിൽക്കുന്ന സുഖങ്ങൾ നൽകി തരികയില്ല. അതൊരു ബന്ധനമാണ്. ആ ബന്ധനത്തെ പൊട്ടിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. നിന്റെ ഹൃദയം ലൈംഗികതയുടെ പിന്നാലെ പോകാതെ, മ്ലേച്ഛതയുടെ പിന്നാലെ പോകാതെ, അശുദ്ധ മാധ്യമങ്ങളുടെ പിന്നാലെ പോകാതെ, ദൈവികതയുടെ പിന്നാലെ പോകുവാൻ തക്കവണ്ണം നിന്റെ ഹൃദയത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരു പുതിയ ഹൃദയം എത്ര പേർ ആഗ്രഹിക്കുന്നു? ഒരു പുതിയ ഹൃദയം ലഭിക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? ഒരു പുതിയ ഹൃദയത്തിന്റെ പകർച്ച ഈ പകലുണ്ട്. വിശ്വസിക്കുന്നവർ അത് ആമേൻ ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സ്വീകരിക്കേ. ഒരു പുതിയ ഹൃദയത്തിന്റെ പകർച്ച. അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ആമേൻ. കർത്താവ് നൽകിയിരിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതിന്റെ നടുവിൽ കർത്താവുമായിട്ട് ബന്ധമില്ലാത്ത ചിലർ ഇതിന്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ചിലപ്പോൾ ഇതിൽ നീ ആരാധനയിൽ കടന്നു വന്നതായിരിക്കാം. ഇന്ന് നിനക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ഈ അസുലഭമാകുന്ന അവസരം നീ നഷ്ടപ്പെടുത്തരുത്. ആമേൻ. ഇതൊരു ചെറിയ കാര്യമല്ല സംഭവിക്കുന്നത്, നിത്യതയുമായുള്ള ബന്ധത്തിലുള്ള കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ അരുണാചൽ പ്രദേശിൽ കടന്നുപോയി ശുശ്രൂഷിക്കുന്നു കഴിഞ്ഞ 13 വർഷങ്ങളായിട്ട്. നാളെ ഞാൻ ഇവിടുന്ന് വീണ്ടും അരുണാചൽ പ്രദേശിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് അവിടുത്തെ ആനുവൽ മീറ്റിംഗ് ഈ ആഴ്ചയിൽ നടക്കുകയാണ്. ആമേന്. അവിടെ ഒരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുന്നമേ അരുണാചലിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ സാധാരണമാകുന്ന ദൈവ സാന്നിധ്യം വെളിപ്പെടുവാനിടയായി. ഞാൻ അവരോട് ദൈവവചനം ശുശ്രൂഷിച്ചതിന് ശേഷം ഓൾട്ടർ കോൾ നടത്തിയപ്പോൾ 100 കണക്കിന് ചെറുപ്പക്കാർ, 100 കണക്കിന് ആളുകൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അതിലൊരു ചെറുപ്പക്കാരനെ ഞാൻ ശ്രദ്ധിച്ചു. അവന്റെ കണ്ണ് നനഞ്ഞ് അവന്റെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അവന്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവൻ കരമുയർത്തുവാൻ തയ്യാറായില്ല. ആ യോഗാനന്തരം ഞാൻ അവനെ കണ്ടുമുട്ടിയതിനു ശേഷം ഞാൻ അവനോട് ചോദിച്ചു, മോനെ, പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നത് ഞാൻ കണ്ടല്ലോ, എങ്കിലും നീ എന്തുകൊണ്ടാണ് നിന്റെ ഹൃദയം കർത്താവിന് കൊടുക്കാതിരുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് 26 വയസ്സ് മാത്രമേ ഉള്ളൂ. ഈ യൗവനത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ പോലെയൊക്കെ ആയിത്തീരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ അവനോട് പറഞ്ഞു, അവസരം ഒരിക്കലും നിനക്ക് കാത്തു നിൽക്കുകയില്ല. ഇന്നാണ് പരിശുദ്ധാത്മാവ് നിനക്ക് നൽകിയ അവസരം. Praise the Lord. ആമേൻ. ചില നാളുകൾ കഴിഞ്ഞു, അവനെ പിന്നെ കണ്ടില്ല. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ദിവസം ആളുകൾ നദിക്കരയിൽ കൂടി നിൽക്കുന്നത് കാണുവാനിടയായി. ആളുകൾ ഓടിക്കൂടിയപ്പോൾ മനസ്സിലായ ഒരു ചെറുപ്പക്കാരന്റെ മൃതശരീരമാണ്. ആ ശരീരത്തെ തുണ്ടുകളായി മുറിച്ചിട്ടിരിക്കുന്നു. ആളുകൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, അവരിൽ നിന്ന് ഞങ്ങൾക്ക് അറിവ് ലഭിച്ചു, അന്ന് ആ യോഗത്തിൽ വന്ന് കരമുയർത്തുവാൻ മടിച്ച ആ ചെറുപ്പക്കാരനാണ്. അവൻ യേശുവിന് വേണ്ടിയുള്ള തീരുമാനം മാറ്റിവെക്കുവാനിടയായി. പക്ഷേ അവന് പിന്നീട് ഒരിക്കലും അവസരം ലഭിച്ചില്ല. അവന്റെ ജീവിതത്തിൽ വന്ന ചില പാളിച്ചകളുടെ പരിണിത ഫലമായിട്ട് ശത്രുക്കൾ അവനെ കൊന്നുകളഞ്ഞു. പ്രിയമുള്ളവരെ, ഇതിന്റെ നടുവിൽ ചിലപ്പോൾ ആദ്യമായിട്ട് യേശുവിനെ കുറിച്ച് കേൾക്കുന്നവർ കണ്ടെന്നിരിക്കാം. നിനക്കിന്ന് ലഭിച്ചിരിക്കുന്നത് അസുലഭമായ അവസരമാണ്, നഷ്ടമാക്കരുത്. ഇന്ന് തന്നെ നീ കർത്താവിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ നിന്റെ ഹൃദയത്തിനൊരു മാറ്റം സംഭവിക്കുവാൻ പോകുകയാണ്. ഹൃദയത്തെ ആകമാനം കർത്താവ് ദൈവകാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുവാൻ പോകുന്നു. ഈ ലോകത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തിന് ഒരു പുതിയ ദിശ ലഭിക്കുകയാണ്. ഒരു പുതിയ ഹൃദയത്തെ കർത്താവ് തരുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസമുള്ള എത്ര പേർ ആഗ്രഹിക്കുന്നു ഒരു പുതിയ ഹൃദയം വേണമെന്ന്? ആമേൻ. ദൈവകാര്യങ്ങളിൽ ഏകാഗ്രമല്ലാത്ത ഹൃദയങ്ങൾ ഇപ്പോൾ പുതിയ ഹൃദയങ്ങളായി തീരട്ടെ. ആമേൻ. ദൈവമക്കളിൽ തന്നെ അവിശ്വസിക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ ആ ഹൃദയങ്ങൾ വിശ്വസിക്കുന്ന ഹൃദയങ്ങളായി തീരട്ടെ. Praise the Lord.
ആമേൻ. ഒരു അത്ഭുതം കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു പുതിയ ഹൃദയത്തെ കർത്താവ് നിങ്ങൾക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറയുക, ഒരു പുതിയ ഹൃദയത്തെ നിങ്ങൾ സ്വീകരിക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു പുതിയ ഹൃദയത്തെ കർത്താവ് നിങ്ങൾക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, ഒരു പുതിയ ഹൃദയം മാത്രമല്ല, ഇന്ന് ഞാൻ ആരംഭത്തിൽ പരാമർശിച്ചതുപോലെ ഒരു പുതിയ അഭിഷേകത്തെ കൂടെ കർത്താവ് നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. നാം എല്ലാവരും ഭൂരിപക്ഷം പേരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ്. എന്നാൽ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന നിറവ്, ആ നിറവിന്റെ അളവിൽ ഒരു വർധനവ് സംഭവിക്കുവാൻ പോകുകയാണ്. ഒരു പുതിയ അഭിഷേകത്തെ കർത്താവ് നിങ്ങളുടെ മേൽ പകരുവാൻ പോകുന്നു. എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ അഭിഷേകം. വാ സ്വാ മാ ലാ റാഖ സ്വാഥാന ധർമ്മ സോതരൽ മനഹദരാൽ പ്രാപിക്ക ഒരു പുതിയ അഭിഷേകം. ധരാ ഹാത്വാഷ്മന അബ്ജ്വാൻ ആർമേ സേതോരല മോഹരോദനിൽ അരല ഹദര ഹദര ഹാബ ഹർതാര അരേ വോസോതോ റോഹോലോ അക്ഷറല ലാമാനാര അബ്സോറെ ബഖൽ മഹോസരിൽ അബ്ഷ്മനെ അംതുനി. നിന്നെ ഒരു പുതിയ മെതിവണ്ടിയാക്കുമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞു. പുതിയ മെതിവണ്ടിയാക്കുന്നു. മെതിവണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആ വണ്ടികളുമായിട്ട് അതിനെ സമാന്തരപ്പെടുത്തുമ്പോൾ ബുൾഡോസറാണ്. നിന്നെ ഒരു ബുൾഡോസറാക്കി മാറ്റുമെന്ന് ദൈവവചനത്തിൽ നിനക്കൊരു വാഗ്ദത്തം ലഭിച്ചിരിക്കുകയാണ്. നീ എങ്ങനെയാ ഒരു ബുൾഡോസറായി തീരുന്നത്? ഒരു പുതിയ അഭിഷേകം നിന്റെ മേൽ വരുവാൻ പോകുന്നു. നിന്റെ കൈക്ക് മാറ്റമില്ല, നിന്റെ കണ്ണിന് മാറ്റമില്ല, നിന്റെ മുഖത്തിന് മാറ്റമില്ല, നിന്റെ ശരീരത്തിന്റെ വെയിറ്റിന് മാറ്റമില്ല. പക്ഷേ ഈ ശരീരത്തിന്റെ വെയിറ്റിനേക്കാൾ വലിയൊരു വെയിറ്റ്, അഭിഷേകത്തിന്റെ വെയിറ്റ് നിന്റെ മേൽ വരികയാണ്. ഒരു പുതിയ അഭിഷേകം. യെസ്, ഒരു പുതിയ അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ നിന്റെ കൈ പഴയ കൈയല്ല, അഭിഷേകമുള്ള കൈയായി തീരുവാൻ പോകുന്നു. നിന്റെ അധരം പഴയ അധരമല്ല, നിന്റെ അധരം അഭിഷേകമുള്ള അധരമായി തീരുവാൻ പോകുന്നു. വാ 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 പ്രഭിക്കേ. ആ സ്വാഹാ ഹാ ഓ ലാ ഹാ പ്രഭിക്കേ. കൗ ഷാ റാ കൻ ഹോസ് തോറോ ലോ ബിയാവറോ അസ്പെതരേലെ ലേമറോസ്മനെ. ഓ ദരേ, ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. ഈ യുഗത്തിൽ നിനക്ക് വേണ്ടത് ഡോളറല്ല, മൾട്ടിനാഷണൽ കമ്പനിയിലെ ജോലിയല്ല, നിനക്ക് വേണ്ടത് റബ്ബറും തോട്ടമല്ല, നിനക്ക് വേണ്ടത് വലിയ വൻ മാളികകളല്ല. നിനക്ക് വേണ്ടത്, നിനക്ക് ഈ തലമുറയിൽ വേണ്ടത് ഒരു അഭിഷേകമാണ്. അത് തന്നെ ഒരു പുതിയ അഭിഷേകമായി പരിശുദ്ധാത്മാവ് തരുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ പ്രതികരിച്ചു, സ്വീകരിച്ചു. ഇതുവരെ നിനക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു പുത്തൻ അഭിഷേകം പ്രാപിക്ക്, 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 പ്രാപിക്ക്. ആ ആ ആ ആ ഓ ഷെറെ മേോ ഹോസറോലബ അർജുന സമർത്ഥനെ ലഗനബദോ ധനവക്ഷ്മനെ അംധുരേ അർജുൻ ശ്വന സർദിയാം തുന ലഘോഷ്മന നധൂഷ്മനദേ. 18 വർഷം മുന്നമേയാണ് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്. അന്ന് ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. ഒരു വലിയ ടെംപ്റ്റേഷന്റെ നടുവിലാണ് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്. തലേ രാത്രി എൻ്റെ കൂട്ടുകാർ വന്ന് പറഞ്ഞു, നാളെ നമ്മുടെ ഹോസ്റ്റലിലെ മെസ്സിൽ ഫീസ്റ്റ് നടക്കുന്ന ദിവസമാണ്. നീ ഇതുവരെ ഞായറാഴ്ച ഭക്തനല്ലേ, നീ പള്ളി പോകുന്നവനല്ലേ, നീ ഇതുവരെ ഫീസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നാളെ ഫീസ്റ്റാണ്. മഹാരാഷ്ട്രീയൻ ഫീസ്റ്റാണ്, ഫ്രൂട്ട്സുകളുടെ ഒരു ഫീസ്റ്റാണ്, സ്വീറ്റ്സുകളുടെ ഒരു ഫീസ്റ്റാണ്. അതുകൊണ്ട് നഷ്ടമാക്കരുത്. ഒരു ഞായറാഴ്ചയല്ലയോ നിനക്ക് നഷ്ടമാകുന്നത്. ഞാനൊരു വലിയ പരീക്ഷയെ നേരിടുവാൻ ഇടയായി. ഞാനിങ്ങനെ ഒന്ന് ചിന്തിച്ചു, ഫീസ്റ്റിന് പോയാലോ? പെട്ടെന്ന് ആരോ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, നീ വളരെ നാളുകളായി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയല്ലേ, നാളെയാണ് നീ അഭിഷേകം പ്രാപിക്കുന്നതെങ്കിൽ, ഞാൻ പൊടുന്നനെ പറഞ്ഞു, ഫീസ്റ്റ് പോകുന്നെങ്കിൽ പോകട്ടെ, എനിക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. ആമേൻ. പ്രിയമുള്ളവരെ, ഒരു വലിയ ഫീസ്റ്റ് നഷ്ടമാക്കിയിട്ടാണ് അടുത്ത ദിവസം ഞായറാഴ്ച ഞാൻ ആരാധനയ്ക്ക് പോയത്. എന്നാൽ ആ ഫീസ്റ്റ് നഷ്ടമായപ്പോൾ സ്വർഗം എനിക്കൊരു പുതിയ ഫീസ്റ്റ് തരുവാനിടയായി. അന്നാണ് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്. എനിക്ക് നഷ്ടമായത് ഒരൊറ്റ ഫീസ്റ്റാണ്. എന്നാൽ 18 വർഷമായി ഫീസ്റ്റുകളുടെ ഒരു ബഹളമാണ്. ഫീസ്റ്റുകളുടെ ഒരു ബഹളമാണ്. ഈ പ്രഭാതത്തിലും ഇവിടെ ഒരു ഫീസ്റ്റ് കർത്താവ് തരികയാണ്. നിന്നെ തൊടട്ടെ, തൊടട്ടെ, പരിശുദ്ധാത്മാവ് നിന്നെ തൊടട്ടെ.
Praise the Lord. ആമേൻ. അന്ന് രാത്രിയിലെ നിർണായക നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ കോളേജ് മെസ്സിൽ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി പോയിരുന്നുവെങ്കിൽ തീരുമാനങ്ങൾ, ഞാൻ ഭക്ഷണം കഴിക്കുവാൻ, ഫീസ്റ്റിനെ സ്നേഹിച്ച്, ഭക്ഷണത്തെ സ്നേഹിച്ച് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി പോയിരുന്നുവെങ്കിൽ ഞാനിന്ന് ചിലപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു കുക്കായി തീരുമായിരുന്നു, അല്ലെ ഒരു ഷെഫായി തീരുമായിരുന്നു. പക്ഷേ ഞാൻ അഭിഷേകത്തെ സ്നേഹിച്ചതുകൊണ്ട് ഈ ഞായറാഴ്ചയിൽ ഈ സഭയിൽ അഭിഷേകത്തിന്റെ ശുശ്രൂഷകനായി 14 വർഷമായിട്ട് നിൽക്കുകയാണ്. ആമേൻ. എന്റെ മേൽ അഭിഷേകത്തെ പകർന്നുവെങ്കിൽ ഇന്ന് നിനക്കുള്ള ദിവസമാണ്. നിന്റെ മേൽ കർത്താവ് ഒരു പുതിയ അഭിഷേകത്തെ പകരുവാൻ പോകുകയാണ്. ഒരു പുതിയ പകർച്ച, ഒരു പുതിയ പകർച്ച, പുതിയ പകർച്ച, പുതിയ പകർച്ച. കത്തട്ടെ, കത്തട്ടെ. ഒരിടം മുതൽ മറ്റേ ഇടം വരെ പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. ആമേൻ. ഈ ബഹുപുരുഷാരം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു പോകേണ്ടതായിട്ട് വരുന്നത്. സത്യത്തിൽ ഇന്ന് പകൽ ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇന്നിവിടെ കത്തി നിൽക്കുന്ന ഈ തീയില് വെറുതെ കൈ നീട്ടിയാൽ അഭിഷേകം പകരപ്പെട്ടുകൊണ്ടിരിക്കും. Take it. Oh sho ho ho ro to shvel hadya sarvathara durbasfetri. Oh say അഭിഷേകത്തിന്റെ ഒരു പകർച്ച, അഭിഷേകത്തിന്റെ ഒരു പകർച്ച. Praise the Lord. Hallelujah. ഇവിടെ ആരും കാഴ്ചക്കാരായിട്ട് ഇരിക്കരുത്. നഷ്ടമുണ്ടാകും. ഇവിടെ ഭയങ്കരമായി കർത്താവ് ചിലത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. വാരിക്കൂട്ടിക്കോണം. ഞാൻ ആ വാക്കാ പറയുന്നത്. കർത്താവ് വാരി വിതറുകയാ. നിനക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ വാരി കൂട്ടിക്കോണം. Oh shit. Oh ho ho ho. Ora haba amana. Prabike, 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 prabike. Prabike. ഒരു പുതിയ അഭിഷേകത്തിന്റെ പകർച്ച. ആമേൻ. 18 വർഷമായിട്ട് കർത്താവ് പകർന്നത് അത് ഇന്നും തീർന്നിട്ടില്ല. ഇന്നും എനിക്കറിയാം കർത്താവ് പുതിയത് പകർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മേൽ പകരുന്നു, അതോടൊന്നിച്ച് എൻ്റെ മേലും പകരുകയാണ്. ആമേൻ. പുതിയത് കർത്താവ് പകരുവാൻ വിശ്വസ്തനാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇവിടെ സംഭവിക്കുവാൻ പോകുന്ന രോഗശാന്തി, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ അഭിഷേകത്തിൽ ശുശ്രൂഷിച്ചു. അനേകം രോഗികൾ സൗഖ്യമായി. കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. ആമേൻ. നിങ്ങൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആ സീസണിൽ നിന്ന് അടുത്ത സീസണിലേക്ക് കർത്താവ് പ്രവേശിപ്പിക്കുവാൻ പോകുകയാണ്. നമുക്കറിയാവുന്നത് ഇനി നിന്റെ നിഴലുകൾ തട്ടുമ്പോൾ ആയിരക്കണക്കിന് രോഗികൾ ഒരുപോലെ സൗഖ്യമാകുന്ന നിലകളിലേക്ക് ഈ സഭയുടെ രോഗശാന്തിയുടെ അഭിഷേകത്തിന്റെ അളവിനെ പരിശുദ്ധാത്മാവ് വർദ്ധിപ്പിക്കുന്നു. പ്രതികരിക്ക. നിന്റെ നിഴൽ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകുവാൻ പോകുന്നു. നിന്റെ ഉറുമാൽ വീഴുമ്പോൾ രോഗികൾ സൗഖ്യമാകുവാൻ പോകുന്നു. നീ നടന്നു നീങ്ങുമ്പോൾ രോഗികൾ സൗഖ്യമാകുവാൻ പോകുന്നു. അസാധാരണമായ നിലകളിൽ നിന്റെ മേലുള്ള രോഗശാന്തിയുടെ അളവിനെ വർദ്ധിപ്പിക്കുകയാണ് കർത്താവ്. ഈ പകലിൽ എനിക്കിങ്ങനെ പറഞ്ഞു പോകുവാൻ അതിനപ്പുറമായിട്ട് ആത്മാ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ഈ പലയിടങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ ചിലർക്കെങ്കിലും അറിയാം എനിക്ക് ഈ കസേരയിൽ കയറുന്നൊരു സ്വഭാവമുണ്ട്, ഇറങ്ങി ഓടുന്നൊരു സ്വഭാവമുണ്ട്, മൈക്കെടുത്ത് ചാടുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ പല സ്വഭാവങ്ങളുണ്ട്. എപ്പോൾ മാത്രമേ ഉള്ളൂ? അഭിഷേകം വെളിപ്പെടുമ്പോൾ മാത്രം. ഇല്ലെങ്കിൽ ഞാൻ മാന്യനായൊരു പ്രസംഗകനാണ്. ഇതിൻ്റെ പുറകിൽ നിന്ന് ഞാൻ മാറത്തില്ല. വളരെ ശാന്തമായി പ്രസംഗിക്കുകയുള്ളൂ. ഈ കസേരയൊക്കെ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ, സാധാരണമായി എടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് ഷീബ, ആമീൻ, അഭിഷക്തയാണ്, അവളോട് പറഞ്ഞു ഇനിയെങ്കിലും പ്രസംഗിക്കുമ്പോൾ കസേര എടുക്കരുതേ, ഓടരുതേ. ആമീൻ. എൻ്റെ വൈഫ് ഇവിടെ ഇല്ലാത്തതിനാൽ ഇന്ന് പകൽ എനിക്കൊന്ന് ഓടാൻ തോന്നുന്നു. കാരണം പരിശുദ്ധാത്മാവുള്ളതിനാൽ. പ്രതികരിക്കാൻ കൃപയുള്ളവർ പ്രതികരിച്ചു. നിന്റെ നിഴൽ തട്ടുമ്പോൾ അഭിഷേകത്തിന്റെ കത്തട്ടെ മോളെ, കത്തട്ടെ, 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 കത്തട്ടെ,
പുതിയതാ 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 പ്രാപിക്ക. ആ പിന്നിൽ നിൽക്കുന്ന അഭിഷക്തന്മാരുടെ മേൽ മോനെ പ്രാപിച്ചോ. ജോണി കുടിച്ചായ ഇതൊരു പകർച്ചയുടെ പകലാ. അച്ഛനെ അമേരിക്കയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കർത്താവ് ചിലത് പകരാൻ വേണ്ടിയാ. ഇപ്പോൾ ആ പുതപ്പ് വന്നു വീഴട്ടെ. നിഴലുകൾ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകുവാൻ പോകുന്നു. ആമേൻ. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിൽ അസാധാരണമായി സ്വർഗ്ഗം ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുവാനിടയായി. അവിടെ ദൈവത്തിന്റെ ദാസന്മാരുടെ മേൽ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ സ്വർഗീയമായ കാഴ്ചകൾ കാണുവാനിടയായി. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കാര്യങ്ങൾ മാറാൻ പോകുകയാണ്. ഇന്ത്യയിൽ കാര്യങ്ങൾ മാറുവാൻ പോകുകയാണ്. നീ ഇനി വെറുതെ ആമേൻ പച്ചക്കറി തക്കാളിക്ക മേടിക്കാൻ ചന്തയ്ക്ക് പോകുകയാണ്. തക്കാളിക്ക മേടിക്കാൻ ചന്തയ്ക്ക് പോകുമ്പോൾ നീ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിനകത്ത് ഭൂതമിളകുന്നു, അടുത്ത വീട്ടിൽ ഭൂതമിളകുന്നു. നീ നടന്നു പോകുമ്പോൾ നീ തക്കാളിക്ക മേടിക്കാനാ പോകുന്നത്, പക്ഷേ ശുശ്രൂഷ വെളിപ്പെടുകയാ. പകരട്ടെ. നടന്നു നീങ്ങുമ്പോൾ നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ കിരണങ്ങൾ അടുത്ത വീടുകളെ തൊടുവാൻ പോകുകയാണ്. നിന്റെ അഭിഷേകത്തിന്റെ കിരണങ്ങൾ പച്ചക്കറി കച്ചവടക്കാരനെ തൊടുവാൻ പോകുകയാണ്. നിന്റെ അഭിഷേകത്തിന്റെ കിരണങ്ങൾ നിന്റെ മൾട്ടിനാഷണൽ കമ്പനിയിലെ ബോസിനെ തൊടാൻ പോകുകയാണ്. നീ ആയിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ കിരണങ്ങൾ രോഗികളെ തൊടാൻ പോകുകയാ. പ്രാപിക്ക. ആ പകർച്ചയാണ് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇവിടെ പകർന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ. നിന്റെ ജീവിതത്തിന്റെ ഗതി മാറുവാൻ പോകുന്നു, ദിശ മാറുവാൻ പോകുന്നു. നിന്റെ കാറിന് അകത്ത് അഭിഷേകത്തിന്റെ കിരണങ്ങൾ അതിനകത്ത് കയറുന്നവരെ ആമേൻ തൊടുവാൻ പോകുകയാണ്. നിന്റെ വീടിനകത്ത് വരുന്നവരുടെ മേൽ അഭിഷേകത്തിന്റെ കിരണങ്ങൾ തൊടുവാൻ തക്കവണ്ണമായിട്ട് നിന്റെ വീടിനകത്ത് പരിശുദ്ധാത്മാവിന്റെ തീ കത്തുവാൻ പോകുകയാണ്. അതാണ് പുതിയ അഭിഷേകം. പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം. പ്രാപിച്ചോ പുതിയ അഭിഷേകം. ആയാസരഹിതമായുള്ള ശുശ്രൂഷകൾ വെളിപ്പെടുവാൻ പോകുന്നു. നടന്നു നീങ്ങുമ്പോൾ നീ ആളുകളെ തേടി പോകാതെ തന്നെ ആളുകൾ നിന്നെ തേടി വരത്തക്കവണ്ണമുള്ള ശുശ്രൂഷകൾ വെളിപ്പെടുവാൻ പോകുകയാണ്. നിഴലുകൾ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകുവാൻ പോകുന്നു. ആമേൻ. നിന്റെ ആമേൻ സഹോദരി, നീ ഒരു നേഴ്സായിരിക്കാം. നീ ആയിരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ, നീ ആയിരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ ആമേൻ ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാ. നീ ആയിരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ ഇന്ന് ഇറങ്ങി ഒന്ന് നടക്കാൻ പോകുകയാ. പ്രാപിക്ക, പ്രാപിക്ക, പ്രാപിക്ക. പ്രാപിക്കുമോളെ. പ്രാപിക്ക. ലിമിറ്റേഷൻസിനെ കർത്താവ് തകർക്കുക. നിനക്ക് എന്താ പരിധിയായിരിക്കുന്നത്? നിന്നെ എന്താണ് ലിമിറ്റ് ചെയ്യുന്നത്? ആ ലിമിറ്റേഷൻസിന്റെ ബന്ധനങ്ങളെ കർത്താവ് തകർക്കാൻ പോകുക. നിന്നെ സ്വതന്ത്രനാക്കാൻ പോകുക. യെസ്, 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 യെസ് ബ്രദർ, യെസ്, യെസ്, യെസ്. വെറുതെ നിൽക്കണ്ട, വെറുതെ വേണ്ട. പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. എന്തൊക്കെയാണ് നിന്റെ പരിധികൾ? ആ പരിധികളിൽ നിന്ന് നിന്നെ കർത്താവ് സ്വതന്ത്രനാക്കുന്നു. യെസ്, ടേക്ക് ഇറ്റ്. നിന്റെ പുരോഗതിക്ക് പരിമിതികൾ സൃഷ്ടിക്കുന്നത് ഇന്ന് പകൽ പൊട്ടുകയാണ്. നിന്നെ കാണുന്ന അഭിഷേകം മാത്രമേ ഇനി കാണുകയുള്ളൂ. യെസ്, യെസ്. നിന്നെ മൂടിയിരിക്കുന്ന അഭിഷേകം. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. വെറുതെ ഇരിക്കണ്ട, വെറുതെ ഇരിക്കണ്ട. കർത്താവ് തരുമ്പോ പ്രാപിച്ചോ. സൗജന്യമായിട്ട് തരിക, സൗജന്യമായി തരിക. യെസ്. ഹല്ലേലൂയ.
സൗജന്യമായി കർത്താവ് തരികയാണ്. നിന്നെ ഇനി കാണത്തില്ല, നീ ചിലപ്പോ ഇനി വേദിയിൽ പോലും കാണുകയില്ല. എന്നാൽ നിന്റെ മേലുള്ള അഭിഷേകം വേദിയെ നിറയ്ക്കുവാൻ പോകുകയാണ്. ഉറുമാലിലൂടെ അഭിഷേകം പുറപ്പെടുവോ? നിഴലിലൂടെ അഭിഷേകം പുറപ്പെടുവോ? നീ ഓടിയാൽ അഭിഷേകം പുറപ്പെടുവോ? നീ നടന്നാൽ അഭിഷേകം പുറപ്പെടുവോ? അങ്ങനെ ഒരു സീസണിലേക്ക് പരിശുദ്ധാത്മാവ് കാര്യങ്ങളെ കൊണ്ടുവരിക. ശിംശോൻ കുറുക്കന്റെ വാലിൽ തീ കത്തിച്ചപ്പോൾ ഓടിയതെങ്ങനാന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിന്റെ വാലെ തീ പിടിക്കാൻ പോയാ. പ്രാപിക്കേ, വെറുതെ ഇരിക്കണ്ട. ഇത് വാരിക്കൂട്ടുന്ന പകലാ മക്കളെ, ഇത് വാരിക്കൂട്ടുന്ന പകലാ. സഞ്ചി കൊണ്ടുവന്നിട്ടില്ലാത്തവർ ഇന്നൊരു സഞ്ചി വാടകയ്ക്ക് എടുത്തു, വേണേ ഒരു ചാക്ക് വാടകയ്ക്ക് എടുത്തു. വാരിക്കൂട്ടാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ പോകുന്നു. പ്രതികരിക്ക മക്കളെ, പ്രതികരിക്ക. തീ കത്തട്ടെ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതല്ല ഇവിടെ കാര്യം. പരിശുദ്ധാത്മാവിടെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. തീ കത്തട്ടെ, അഭിഷേകത്തിന് തീ കത്തട്ടെ. 10 വർഷത്തിന് ശേഷം സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ആത്മമണ്ഡലത്തിൽ നിനക്ക് വേണ്ടി സംഭവിക്കുന്നു. നിന്റെ നേഴ്സിംഗ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ചില രാജ്യത്തിന്റെ വാതിലുകളുണ്ട്. ആ വാതിലുകൾ ഇപ്പോൾ തുറക്കപ്പെടുന്നു. പിന്നിൽ വരെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ആത്മാവിന്റെ തീ കത്തുന്നവരുണ്ടെങ്കിൽ ഓടി മുന്നേ പോരെ. തീ കത്തുന്നവരുണ്ടെങ്കിൽ മുന്നേ പോരെ. അഭിഷേകത്തിന്റെ തീ കത്തുന്നവരുണ്ടെങ്കിൽ ഗോവിൻ, പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കുക. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കുക. നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നു. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നു. തീ കത്തുന്നവരുണ്ടെങ്കിൽ ഓടി മുന്നേ പോരെ. അഭിഷേകത്തിന്റെ തീ നിന്റെ മേൽ കത്തുന്നുണ്ടെങ്കിൽ നീ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. മുന്നോട്ട് ഓടിപ്പോരാ, മുൻവശത്തേക്ക് ഓടി വരാ. മോനെ, ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് തൊടുന്നു. നിന്റെ ജീവിതത്തെ മോനെ, നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് തൊടുകയാ. ബ്രദർ, പല മേഖലകളിൽ നിന്നെ തടഞ്ഞു